കറവയിലാണ് കാര്യം. പൈക്കളുടെ ഉൽപ്പാദനശേഷി പൂർണ്ണമായും കവർന്നെടുത്തില്ലെങ്കിൽ പ്രയോജനമില്ല. അതുകൊണ്ട് തന്നെ പൈക്കളുടെ കറവയ്ക്കായി മിൽക്ക് പാർലർ സജ്ജീകരിച്ചു. ചെറുതല്ല ഇവിടം, വിശാലമായ സൗകര്യങ്ങളാണ് മിൽക്ക് പാർലറിൽ. മനുഷ്യസ്പർശം പരമാവധി കുറച്ച് ശുദ്ധമായ കറവ സാധ്യമാക്കുകയാണ് മിൽക്ക് പാർലറിന്റെ ലക്ഷ്യം. 6 പൈക്കളെ ഒരേ സമയം കറക്കാവുന്ന ഹെറിംഗ്ബോൺ ടൈപ്പ് മിൽക്ക് പാർലറാണ് JK ഫാമിൽ. രാവിലെയും ഉച്ചയ്ക്കും കൃത്യമായ ഇടവേളകളിൽ കറവ. കറവയ്ക്ക് മുമ്പ് പൈക്കളെ ഉണർത്തുവാനും ഉത്തേജിപ്പിക്കുവാനുമൊന്നും കറവക്കാരില്ല. സംഗീതത്തിന്റെ പൊലിമയാണ് ഇവിടെ കൂട്ട്. വയലിൻ സംഗീതം കൃത്യമായ സമയത്ത് പുറത്തെത്തുമ്പോൾ പൈക്കൾ ചാടി എഴുന്നേക്കും. നേരെ നടന്ന് മിൽക്ക് പാർലറിലേക്ക്. ലക്ഷ്യം തെറ്റാറില്ല. മീൻമുള്ളിന്റെ ആകൃതിയിൽ കൊരുത്തുവച്ചിരിക്കുന്ന മിൽക്ക് പാർലറിലെ ഓരോ കള്ളികളിലും പൈക്കൾ ഓരോന്നായി കയറും. തൊട്ടു താഴെയുള്ള കിടങ്ങിൽ നിന്നുകൊണ്ട് പൈക്കളുടെ അകിട് നിഷ്പ്രയാസം സജ്ജീകരിക്കാം എന്നതാണ് ഇവിടെ മേന്മ. വാക്വം ലൈനറുകളാണ് എവിടെയും. കറവയന്ത്രത്തിന്റെ പ്രധാന ഘടകങ്ങളായ ടീറ്റ് കപ്പും പൾസേറ്ററുമുണ്ട്. മർദ്ദം ക്രമീകരിക്കുവാനായി ഗേജ് ബാലൻസുകളും. ഹെറിംഗ്ബോൺ പാർലറിൽ നിരന്നു നിൽക്കുന്ന പൈക്കൾക്ക് ആദ്യം ഒരു ചെറു കുളിയാണ്. മൊത്തത്തിലല്ല, അകിടിൽ മാത്രം. സ്പ്രേയറുകളിലെ വെള്ളം അകിടിൽ കൃത്യമായി പതിക്കുന്നതോടെ പൈക്കൾ പാൽ ചുരത്താൻ തയ്യാറാകും. നന്നായി കഴുകി വൃത്തിയാക്കി ടിഷ്യൂ പേപ്പറിൽ ഒപ്പിയെടുത്താൽ അകിട് റെഡി. അണുവിമുക്തമാക്കി നേരത്തെ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന ടീറ്റ് കപ്പ് പിടിപ്പിക്കാൻ സമയമായി. 4 കാമ്പിലും അവ ഘടിപ്പിക്കും. 1 മിനിറ്റിൽ 52 പ്രാവശ്യം മിടിക്കുന്ന സങ്കോച വികാസങ്ങളാണ് മിൽക്ക് പാർലറിന്റെ പ്രത്യേകത. അകിടിൽ കൃത്യമായ ഇടവേളകളിൽ വരുന്ന മർദ്ദം പാൽ ചുരത്തിക്കും. ഗ്ലാസ് ട്യൂബിലൂടെ പാൽ ഒഴുകി വരുന്നത് കാണാം. കറവയുടെ അളവറിയുവാനും പ്രത്യേക സംവിധാനം. കറവ തീർന്നാൽ ക്ലസ്റ്റർ സ്വയം പിൻവാങ്ങും. അപ്പോഴേക്കും പാൽ സ്ഫടിക സംഭരണികളിൽ എത്തിക്കഴിയും. കേവലം ഒരാളുടെ അല്പനേര സഹായമുണ്ടെങ്കിൽ എത്ര പൈക്കള വേണമെങ്കിലും കറക്കുവാനുള്ള സംവിധാനമാണ് മിൽക്ക് പാർലറിൽ ക്രമീകരിച്ചിരിക്കുന്നത്. സ്ഫടിക സംഭരണിയിൽ നിന്ന് പാൽ നേരെ എത്തുന്നത് ഹോമോജനൈസർ ടാങ്കുകളിലേക്ക്. പൈക്കൾ പലതാണല്ലോ, പാലിന്റെ ഗുണവും അളവും വ്യത്യസ്തമാകും. ഇവയൊക്കെ ഒരുമിച്ച് കൂട്ടുക എന്നതാണ് ഹോമോജനൈസറിന്റെ ജോലി. പാൽ നന്നായി ഇളക്കി ഹോമോജനൈസറിൽ പാകപ്പെടുത്തിയാൽ പിന്നെ പാക്കറ്റിംഗ് മെഷീനിലേക്ക്. ഹൈദരാബാദിൽ നിന്നാണ് പാക്കറ്റിംഗ് മെഷീൻ ജയകൃഷ്ണൻ എത്തിച്ചത്. 1/2 ലിറ്ററിന്റെ പാക്കിൽ 300ഓളം കവറുകൾ തത്സമയം റെഡിയാവും. അകിടിൽ നിന്ന് പാൽ പാക്കിംഗ് മെഷീനിൽ എത്തുന്നതുവരെ മനുഷ്യസ്പർശം ലവലേശമില്ല. ഫലമോ പാലിന്റെ ഗുണനിലവാരം ഏറെ. ഒപ്പം ആവശ്യക്കാരും. തൊഴിലാളികൾ സുഹൃത്തുക്കളെപ്പോലെയാണ്. എല്ലാവരും തുല്യ പങ്കാളിത്തം. അതാണ് JK ഫാമിന്റെ വിജയം. എല്ലാത്തിനും എല്ലാവരുമുണ്ട്. കറവ മുതൽ വിപണി വരെ എല്ലാം സജ്ജീകരിക്കാനുള്ള ശൃംഖല ജയകൃഷ്ണൻ ചങ്ങാത്ത പങ്കാളിത്തത്തിലൂടെ വിപുലപ്പെടുത്തി കഴിഞ്ഞു. കലാലയത്തിന്റെ മറ്റൊരോരത്തായി വിശാലമായ ഒരു പോളി ഹൗസുണ്ട്. പച്ചക്കറികളാണ് പ്രധാന വിള. സ്വയം പരാഗണം നടത്തുന്ന വിളകളാണ് പോളി ഹൗസിൽ ഏറെയും. പയർ, സാലഡ് വെള്ളരി, തക്കാളി എന്നിവ ഇവിടെ ഭംഗിയായി വിളഞ്ഞു കിടക്കുന്നു. 18 മണിയുള്ള ശാരിക പയർ മതിൽ നെറ്റിൽ കയറി മുകളിലേക്ക് പോകും. അന്തരീക്ഷം ഇടയ്ക്കിടെ തണുപ്പിക്കുവാൻ മഞ്ഞ് സ്പ്രേയറുകളുണ്ട്. വെള്ളവും വളവുമൊക്കെ കൃത്യമായ ഇടവേളകളിൽ ഫെർട്ടിഗേഷൻ സംവിധാനത്തിലൂടെ ചെടിച്ചോട്ടിലെത്തും. ഇന്ദ്ര തക്കാളിയും ശാരിക പയറുമൊക്കെ ഇവിടെ വിളഞ്ഞു വരുമ്പോൾ അത് കലാലയത്തിന്റെ കീർത്തി മാനം മുട്ടയെത്തിക്കും. വലിയൊരു ഫാമിനോടനുബന്ധമായി തന്നെ നല്ല വിസ്താരമുള്ള ഒരു പോളി ഹൗസ് കൂടി നിർമ്മിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ഗുണം? പച്ചക്കറിയും പാലും പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ എൻ്റെ ഉപഭോക്താക്കൾക്ക് എൻ്റെ പാലിലൊരു അട്രാക്ഷൻ വരിക എന്ന് വെച്ചിട്ടാണ് ഞാൻ പച്ചക്കറി കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ പച്ചക്കറി സ്വാഭാവികമായിട്ടും ശുദ്ധമായ, അവിടെ ഡോക്ടർ മനസ്സിലാക്കിയിട്ടുണ്ടാകും, യാതൊരു വിധത്തിലുള്ള കെമിക്കൽ ഇല്ല, ഇൻസെക്ട്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും അത് ഏറ്റവും ശുദ്ധമായ പച്ചക്കറിയാണ്. അപ്പോൾ ഇത് പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് തിരഞ്ഞെടുത്തത്. നല്ല രീതിയിൽ പ്രൊഡക്ഷനുണ്ട്. പാലായി പച്ചക്കറിയായി, ഇനി എന്താ മനസ്സിൽ? ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ലോങ് ടേം പ്ലാനോടെ മുമ്പോട്ട് പോകുന്ന ഒരാളല്ല. ഗോ ആസ് ഫാർ ആസ് യു ക്യാൻ സീ എന്നുള്ളതാണ് എൻ്റെ പോളിസി. അപ്പോൾ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങൾ ഇവോൾവ് ചെയ്ത് വരും. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നേക്കാൾ സമർത്ഥരായ ഒരുപാട് ആൾക്കാർ ഈ മേഖലയിൽ ഓൾറെഡി ചുവടുവെപ്പുകൾ നടത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോൾ കുറച്ച് ഞങ്ങൾക്കിടയിൽ ചെറിയൊരു കൂട്ടായ്മയും വരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സ്വാഭാവികമായിട്ടും പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പോഴതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. എങ്കിലും 2016 കേരളത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടാകാവുന്ന ഒരു മികച്ച ഫാം പലരും അത് വിഭാവന ചെയ്ത് മുൻപോട്ട് പോകുന്നുണ്ട്. എന്നോടൊപ്പം ഒരുപാട് പേര് പോകുന്നുണ്ട്. അതിലൊന്നായി എൻ്റെ ഫാമും വരും. ഒരു 300 പശുക്കളുടെ ഒരു ഫാമാണ് എൻ്റെ മീഡിയം ടേം സ്വപ്നം. എന്തായാലും സംരംഭങ്ങൾ താങ്കളെ കൂടുതലായി തേടി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അനേകായിരം വിദ്യാർത്ഥിനികൾക്ക് ജീവിതത്തിൻ്റെ ബഹുവർണ്ണ പാതകൾ തുറന്നിട്ട് കൊടുക്കുന്ന ഈ കലാലയത്തിൽ പൂവാലികളും വിളകളും ചേർന്ന് മറ്റൊരു സമാന്തര ലോകം സൃഷ്ടിക്കുന്നു. പ്രപഞ്ച സത്യത്തിൻ്റെ മിന്നലാട്ടമുള്ള ഈ കലാലയത്തിന് എല്ലാ ഭാവങ്ങളും തരാം. കർഷകരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് സാമ്പത്തിക സഹായം. കാർഷിക മേഖലയിലെ കണ്ടുപിടുത്തങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലെ കർഷകർക്ക് ആത്മ സാമ്പത്തിക സഹായം നൽകുന്നു. കണ്ടെത്തലുകളുടെ വിശദാംശങ്ങൾ അടങ്ങിയ CD കൃഷിഭവനുകളിലോ പന്തളം കടയ്ക്കാട്ടുള്ള ആത്മ ഓഫീസിലോ നൽകണമെന്ന് പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു. മികച്ച ജൈവ കർഷകരുടെ പ്രവർത്തന മികവുകൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കർഷക പ്രവർത്തന മികവ് സംബന്ധിച്ച വിവരം ഫോട്ടോ സഹിതം കൃഷിഭവനുകളിൽ നൽകണം. ഈ വിഷയത്തിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ താൽപ്പര്യമുള്ളവർ ആത്മ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0473 425661. മത്സ്യക്കുഞ്ഞ് വിതരണം. രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചറിൽ ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തിലാപ്പിയ മത്സ്യക്കുഞ്ഞുങ്ങളെ പന്നിവലിച്ചിറ ഫിഷറീസ് ഫാമിൽ വളർത്തുന്നു. 50 സെന്റിന് മുകളിൽ ജലാശയ വിസ്തൃതിയുള്ള കർഷകർക്ക് ഫാമിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ ബുക്ക് ചെയ്യാം. തിലാപ്പിയ വളർത്തുന്നതിന് ലൈസൻസിനായി ജില്ലാ ഫിഷറീസ് ഓഫീസിൽ അപേക്ഷ നൽകണമെന്ന് ജില്ലാ ഫിഷറീസ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0468 2214 589 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക കർമ്മസേന. വിഴിഞ്ഞം കൃഷിഭവൻ പരിധിയിൽ കർഷക തൊഴിലാളികളുടെ സംഘമായ കർമ്മസേന രൂപീകരിക്കുന്നു. സംഘത്തിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ 22 മുൻപായി കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് അഗ്രികൾച്ചറൽ ഓഫീസർ അറിയിച്ചു. പപ്പായ കൃഷി. സംസ്ഥാനത്തൊട്ടാകെ പപ്പായ കൃഷി വ്യാപിപ്പിക്കുന്നതിനായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും കൃഷിവകുപ്പും കൈകോർക്കുന്നു. ഇതിന്റെ ഭാഗമായി മേൽത്തരം പപ്പായ തൈകൾ വിതരണത്തിനായി ശക്തികുളങ്ങര കൃഷിഭവനിൽ ഉടൻ എത്തുന്നു. പപ്പായ കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ള കർഷകർ ശക്തികുളങ്ങര കൃഷിഭവനിൽ പേരും ഫോൺ നമ്പരും നൽകി രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0474 277 0412 എന്ന നമ്പറിൽ വിളിക്കുക.